എന്താ പറയാ വസന്ത്, അത്തരത്തിലൊരു നിയമ നടപടി ഉണ്ടായോ? എന്തായാലും തട്ടിപ്പ് കണ്ടെത്തി പുറത്താക്കിയതല്ലേ? തട്ടിപ്പ് കണ്ടെത്തി പുറത്താക്കിയതല്ലേ വസന്തേ? ഞങ്ങൾ ഒരു 5 സെക്കൻഡ് വസന്തിലേക്ക് പോകുമ്പോ വസന്തിന് ഒരു കാര്യം കൂടി ചേർത്ത് മറുപടി പറയാൻ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ വയനാട്ടിലെ ആത്മഹത്യ ഇപ്പൊ ചർച്ച ചെയ്യുമ്പോ വസന്തേ, അവിടെ ഒരു PV ജോൺ നിങ്ങളുടെ കോൺഗ്രസിന്റെ പുതിയ ഓഫീസിൽ എന്തിനാണ് വസന്തേ ആത്മഹത്യ ചെയ്തത്? അങ്ങ് അത് ഈ ചർച്ചയിൽ പരാമർശിക്കാതെ പോവുകയാണ്. അവിടെ ആത്മഹത്യ നിങ്ങളുടെ നേതാവ് ശ്രീ PV ജോൺ കോൺഗ്രസിന്റെ നേതാവാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ പുതിയ ഓഫീസിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അങ്കമാലിയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് ഈ അടുത്ത കാലത്ത് എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? ഈ ആത്മഹത്യയുടെ എല്ലാം പിന്നിൽ വസന്തേ വലിയ അഴിമതി ഉണ്ട് എന്നുള്ളത് അങ്ങ് മൂടി വെക്കാൻ എത്ര ശ്രമിച്ചാലും വസ്തുതകൾ പുറത്തു വരികയാണ് എന്ന് ഞാനൊന്ന് കൂട്ടിച്ചേർത്തു എന്നുള്ളത്. ഓക്കെ, ആദ്യം പ്രമോദ് വക്കീലിന്റെ ചോദ്യത്തിന് മറുപടി നൽകാം. ഞങ്ങൾ അന്വേഷണ കമ്മീഷൻ ഈ പറഞ്ഞ ആ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ അന്നത്തെ ചെയർമാനെ അടക്കം പുറത്താക്കുകയും അന്ന് യൂത്ത് കോൺഗ്രസ് സ്ഥലം SP-ക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് നിലവിൽ ഞങ്ങളുടെ കയ്യിൽ പോലീസില്ല, കോടതിയില്ല, ഹൈക്കോടതിയില്ല, സുപ്രീം കോടതിയില്ല. അതുകൊണ്ട് അന്വേഷണം നടത്തിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഞങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് അന്വേഷിക്കണം. പോലീസിന്റെ കൈ പിടിച്ച് ഞങ്ങൾ എന്ന് പറയുന്നത് അതിനുശേഷം നിയമസഭയിൽ ഇദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് ശ്രീ IC ബാലകൃഷ്ണൻ തന്നെ അന്ന് പ്രസ് മീറ്റ് വിളിച്ച് ഇദ്ദേഹം അഴിമതി ആരോപണത്തിന് വിധേയനായി പാർട്ടി പുറത്താക്കിയ ആളാണ്, അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടാവണം, പോലീസും സർക്കാരും അതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൽ ഇടപെടാത്ത പിണറായി വിജയന്റെ പോലീസിനെ നാളെ പോയി കൈപിടിച്ച് വരൂ ഇവിടെ വന്ന് അന്വേഷിക്കണം എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. പ്രമോദ്, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു ചോദ്യം കൂടി ഞാനൊന്ന് കെ സോമനിലേക്ക് പൊക്കോട്ടെ. ഒരു സെക്കൻഡ് സമയം പോകുന്നു, അതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞു ഇതിൽ പരാതി കൊടുത്തു, SP-ക്ക് പരാതി കൊടുത്തു, പത്രസമ്മേളനം വിളിച്ചു. നിങ്ങളൊരു വക്കീലല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയില്ലേ? നമ്മൾ പരാതി കൊടുത്തു, ക്രൈം ഇട്ടില്ല, എന്താ ചെയ്യേണ്ടത്? അടുത്ത് കോടതി മുഖേന ക്രൈം ഇടിയിക്കണായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? സിറേക്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ പ്രമോദ് വക്കീലെ? അതല്ല, ഇത് കാണുന്ന ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരുത്താണ്. ഇത് LDF-ന്റെ പോലീസിന്റെ നമുക്കൊന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട്.